ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, അപ്പച്ചായി നല്ല അതിരാവിലെ സമയത്തിനായി നന്ദിയോട് തിരുവനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ 8-ാം മാസം 31-ാം തീയതി അതിരാവിലെ സമയത്ത് ഇരുട്ടോട് നിൻ്റെ കുഞ്ഞുങ്ങളോട് ചേർന്ന് അല്പസമയം അപ്പച്ചൻ്റെ പാദപീഠത്തിലിരിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അപ്പച്ചാ നിൻ്റെ പൊന്മുഖത്തെ ഒന്ന് തേടുവാനും നിൻ്റെ സന്തോഷത്തെ അനുഭവിക്കുവാനും രുചിക്കുവാനും ഞങ്ങൾക്കൊരു ഭാഗ്യം ദൈവം തന്നല്ലോ. ഈ കർത്താവേ, വർഷത്തിനുണ്ട് 8 മാസം ഈ അവസാനത്തെ ദിവസം വരെയിലും ഞങ്ങളെ നടത്തിക്കൊണ്ട് വന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ എല്ലാ മുഖത്ത് നീ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും നീ ഞങ്ങൾക്ക് കർത്താവെ മറുപടി നൽകി. ഞങ്ങളെ നീ കൈവിടാതെ കാത്തു സൂക്ഷിച്ചു. ഈ 8-ാം മാസത്തിൻ്റെ അവസാന നേരം വരെയിലും നിൻ്റെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളോടുകൂടെ നീ ഇരുന്നതിനായി സ്തോത്രം, നടത്തിയതിനായി സ്തോത്രം, പരിപാലിച്ചതിനായി സ്തോത്രം, ഞങ്ങളെ സ്നേഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ എല്ലാ മുഖത്ത് സ്വർഗത്തിൻ്റെ കരം ഞങ്ങളോടുകൂടെ ഇരുന്നതിനായി സ്തോത്രം. എവിടെയും ഞങ്ങളെ നശിപ്പിക്കാതെ, തകർക്കാതെ, മരണത്തിനോ രോഗത്തിനോ ഞങ്ങളെ വിട്ടുകൊടുക്കാതെ ഇത്രത്തോളം കാത്തു സൂക്ഷിച്ചല്ലോ, നടത്തി വന്നല്ലോ. സകല നന്മയാലും ഞങ്ങളെ നിറച്ചല്ലോ. നിന്റെ സന്തോഷത്തെയും സമാധാനം ഞങ്ങൾക്ക് തന്നല്ലോ. ശരീരസുഖങ്ങൾ തന്നല്ലോ, ആരോഗ്യം തന്നല്ലോ, ദീർഘായുസ് തന്നല്ലോ. ഇത്രത്തോളം നടത്തി വന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങൾക്കുള്ളതെല്ലാം കർത്താവ് കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചതിനായി സ്തോത്രം. കഴിഞ്ഞ 8 മാസത്തിനകത്ത് എന്തുമാത്രം ഭവനങ്ങൾ നശിച്ചിരിക്കുന്നു, എന്തുമാത്രം കുഞ്ഞുങ്ങളുടെ സ്വത്തുകൾ, കർത്താവെ, പ്രാപ്പർട്ടികളെല്ലാം നശിച്ചിരിക്കുന്നു. എത്രായിരം പേരുകൾ മരിച്ച് മണ്ണിനകത്ത് പോയിരിക്കുന്ന കർത്താവെ. എന്നാൽ നീ ഞങ്ങളെ ഇത്രത്തോളം നടത്തി. ഒരാപത്തില്ലാതെ, അനർത്ഥമില്ലാതെ. മരണം ഞങ്ങൾക്ക് വന്നു, ബലഹീനം ഞങ്ങൾക്ക് വന്നു, രോഗം ഞങ്ങൾക്ക് വന്നു, പട്ടിണി ഞങ്ങൾക്ക് വന്നു, ലോകം മുഴുവനും ഞങ്ങൾക്ക് എതിരായി കർത്താവെ എഴുന്നേറ്റ് വന്നു. അവിടെ എല്ലാം ഒരു കരം ഞങ്ങളെ താങ്ങി, ഒരു കരം ഞങ്ങളെ കർത്താവെ കാത്തു സൂക്ഷിച്ചു, ഞങ്ങളെ പരിപാലിച്ചു, ഞങ്ങളെ സൂക്ഷിച്ചു. അതിനായി സ്തോത്രം. ചെയ്ത സകല നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത് തുടർന്നും അല്പസമയം അപ്പച്ചൻ്റെ പാദത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത് സ്തുതിക്കുവാൻ, നന്ദി പറയുവാൻ ഞങ്ങൾക്ക് ജീവനും ബലനും സുഖവും ദീർഘായുസും തന്നല്ലോ. അതിനായി സ്തോത്രം. കരങ്ങളെ കേൾപ്പിക്കുന്ന പിച്ച എല്ലാവരും അനുഗ്രഹിച്ചാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഇന്ന് എന്നോടുകൂടെ പ്രാർത്ഥനിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ ആവശ്യങ്ങളുടെ എല്ലാ മുഖത്ത് സ്വർഗത്തിൻ്റെ കലവറ തുറന്നിരിക്കട്ടെ, ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് അനുകൂലമായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1217-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. ഈ വർഷത്തിൻ്റെ 8-ാം മാസം 31-ാം തീയതി രാവിലെ സമയത്ത് നമ്മൾ വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 8 മാസവും കർത്താവ് നടത്തി നന്ദിയുള്ള കുഞ്ഞുങ്ങളായി നമ്മൾ സ്തുതിക്കാൻ വന്നിരിക്കുകയാണ്. കർത്താവ് തുടർന്നുള്ള ദിവസങ്ങളിൽ, മിനിറ്റുകളിൽ നമ്മെ നടത്തും, നമ്മളെ പരിപാലിക്കും. നമുക്കൊരു വാക്യം വായിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനക്കാരൻ 34-ാം സങ്കീർത്തനത്തിൻ്റെ 4ഉം 5ഉം വാക്യം. 34-ാം സങ്കീർത്തനം 4-5 വാക്യം. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖങ്ങൾ ലജ്ജിച്ചു പോയതുമില്ല. നല്ല ശ്രദ്ധിക്കണം. നമുക്കറിയാവുന്ന ഒരു കാണാപ്പാഠമായിട്ടുള്ള വാക്യമാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥനയിൽ അനേക ദൈവദാസന്മാരും ദൈവകുഞ്ഞുങ്ങളും ദൈവവിശ്വാസികളും പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു വാർത്തയും കൂടാണ് ഈ വാർത്ത. എല്ലാവർക്കും അറിയപ്പെടുന്നതാണ്. എങ്കിലും ഇന്ന് ഈ 31-ാമത്തെ ദിവസം അതിരാവിലെ സമയത്ത് കർത്താവ് നമുക്ക് ഈ വാക്കാണ് നമുക്ക് തരുന്നത്. അത് നിങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു. ഇന്ന് ദൈവസന്നിധിയിൽ വന്ന് കരയുന്നവർ, അപേക്ഷിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ ലജ്ജിച്ചു പോകാൻ കർത്താവ് വിടത്തില്ല. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഇന്ന് എത്ര പേരാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലാതിരിക്കുന്നത്? പ്രാർത്ഥിച്ച് 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 കിടക്കുന്നു. ഒരു മറുപടിയും ലഭിക്കുന്നില്ല. എന്തുകൊണ്ട് മറുപടി ലഭിക്കുന്നില്ല? ഇവിടെ പറഞ്ഞു, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു. അപ്പം നമ്മുടെ അപേക്ഷ നേരെ വോളണ്ടറി ആയിട്ട് ദൈവത്തിൻ്റെ ചെവിയിൽ പോയി വീഴണം, ദൈവ സന്നിധാനത്തിൽ പോയി ചെല്ലണമെങ്കിൽ നമ്മൾ ദൈവത്തോട് അടുത്തിരിക്കണം, ദൈവഹിത പ്രകാരം ജീവിക്കണം, ദൈവ ഇഷ്ടം പ്രവർത്തിക്കണം, വചനപ്രകാരം ജീവിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. എനിക്കൊരു വലിയ ഭയമുണ്ടായിരുന്നു. ഒരു ഭയമല്ല, സകല ഭയങ്ങൾ. എൻ്റെ കുഞ്ഞുങ്ങൾ എന്താകും, എൻ്റെ ഭവനം എന്താകും, എൻ്റെ ഭാവി എന്താകും, അയ്യോ എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നു നിൽക്കുന്നു, എന്തിവിടെ പോയി നിൽക്കും, ഞങ്ങളുടെ ഭവനം ഇങ്ങനെയാണ്, ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ്, വരുമാനമില്ല, വയസ്സായി, രോഗമായി, ഡോക്ടർമാരുടെ റിപ്പോർട്ടെല്ലാം കാണുമ്പോൾ ഭയങ്കര പേടിയാകുന്നു. ഇങ്ങനെ എല്ലാം കൊണ്ടും ഭയന്ന് തരിപ്പണമായി കിടന്ന ഒരു വ്യക്തി പറയാണ്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു. എല്ലാം എനിക്കിങ്ങനെ ആയപ്പോൾ എനിക്ക് സമാധാനമില്ല, സന്തോഷമില്ല, ഭയന്ന് പോയി നടുങ്ങി കലങ്ങി ഞാൻ താമി നിൽക്കുമ്പോൾ ഞാൻ യഹോവയെ
അപേക്ഷിച്ചു. അവൻ എനിക്ക് ഉത്തരം അരുളി എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഇപ്പം എനിക്ക് ഭയമേ ഇല്ല. മരിക്കും, നശിക്കും, തകരും, പൊളിഞ്ഞു, എനിക്ക് ആ ഭയമില്ല. എല്ലാം എൻ്റെ കൈവിട്ട് പോയി. ജോലി പോയി, ബിസിനസ് പോയി, ഭവനം പോയി, ശുശ്രൂഷ പോയി, എനിക്ക് ആ ഭയമില്ല. എൻ്റെ കിഡ്നി പോയി, എൻ്റെ ഹാർട്ട് പോയി, എൻ്റെ യൂട്രസ് പോയി, എൻ്റെ ബ്രസ്റ്റ് പോയി, എനിക്ക് ക്യാൻസറാണ്, എനിക്ക് അതാണ് ഇതാണ്, എനിക്കന്ന് ഭയമില്ല എന്നുള്ളൊരു ധൈര്യം ആ മനുഷ്യൻ്റെ അകത്തേക്ക് വരിക. അടുത്തത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. നിങ്ങളുടെ മുഖം ഇരുണ്ട് കിടക്കുകയാണോ, കരുവാളിച്ച് കിടക്കുകയാണോ, വാടിക്കിടക്കുകയാണോ, കരിഞ്ഞു കിടക്കുകയാണോ, ദൈവത്തിലേക്ക് നോക്ക്, ദൈവത്തിൻ്റെ കണ്ണിലോട്ട് നോക്ക്. അപ്പൊ പറയുന്നുണ്ട്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ മുഖം വാടിയിരിക്കുന്നു? എന്തുകൊണ്ട് നമ്മുടെ മുഖത്തിന് പ്രകാശമില്ല? ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ഇരുന്ന് മേലെ നമ്മൾ കണ്ട 4-ാമത്തെ വചനത്തിൽ ഞാൻ യഹോവയോട് അപേക്ഷിച്ചു. അപ്പൊ അപേക്ഷ വോളണ്ടറി ആയിട്ട് ദൈവസ്ഥലിൽ പോകുമ്പോൾ മാത്രമേ അവിടെ നമുക്ക് സകല ഭയത്തിൽ നിന്നും ദൈവം നമുക്ക് വിടുതൽ തരത്തുള്ളൂ. രണ്ടാമത് നോക്കുമ്പോൾ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അപ്പോൾ അവരിലേക്ക് നോക്കുന്ന ഒരു കണ്ണ്, ദൈവത്തെ കാണக்கூடிய കണ്ണുകൾ, ദൈവത്തെ കാണக்கூடிய കണ്ണുകൾ നമുക്കുണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ അവിടെ എന്ത് പറയുന്നു? അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. കർത്താവ് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖങ്ങൾ ലജ്ജിച്ചു പോയതില്ല. നിങ്ങളുടെ മുഖം പ്രകാശിക്കും. നിങ്ങൾ ലജ്ജിക്കത്തില്ല, നിങ്ങൾ നാണിക്കത്തില്ല, നിങ്ങൾ നശിക്കത്തില്ല, നിങ്ങൾ മരിക്കത്തില്ല, നിങ്ങൾ തകർന്നു പോകത്തില്ല. നിങ്ങളുടെ സ്വത്ത് പ്രോപ്പർട്ടികൾ ഒന്നും തകർന്നു പോകത്തില്ല. നിങ്ങളുടെ ഭവനം തകരത്തില്ല, നിങ്ങളുടെ തലമുറ തകരത്തില്ല, നിങ്ങളുടെ ശുശ്രൂഷകൾ തകരത്തില്ല, നിങ്ങളുടെ ജോലി തകരത്തില്ല, നിങ്ങളുടെ കമ്പനി പൊളിയത്തില്ല. നിങ്ങൾക്കുള്ളതൊന്നും നശിക്കുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖങ്ങൾ ലജ്ജിച്ചു പോയതുമില്ല. നിശ്ചയമായി എഴുതി വെച്ചു, പ്രവചിച്ചു പറയാണ്, നിങ്ങൾ ലജ്ജിക്കത്തില്ല, നിങ്ങളുടെ ഭവനം തകരത്തില്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നശിക്കത്തില്ല, നിങ്ങൾക്കുള്ളതൊന്നും നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. കർത്താവിൻ്റെ ദയവ്, കർത്താവിൻ്റെ മഹത്വം, കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളെ കർത്താവ് കൈവിടത്തില്ല. അപ്പം നോക്കേണ്ട പ്രകാരം പറഞ്ഞു, ഞാൻ യഹോവയോട് അപേക്ഷ ദൈവത്തോടായിരിക്കണം. നമ്മുടെ പ്രാർത്ഥന വേറെ എങ്ങോട്ടും പോകരുത്, വേറെ ഒരു ഉദ്ദേശത്തോടെ പ്രാർത്ഥിക്കരുത്, മറ്റുള്ളവരെല്ലാം കേൾക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, എനിക്ക് എല്ലാവരേക്കാളും ഒത്തിരി നന്നായിട്ട് പ്രാർത്ഥിക്കാൻ അറിയുന്നു കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി ദൈവ സന്നിധാനത്തിൽ പോകണം. ഒരു വാക്ക് പറഞ്ഞാലും 1 മണിക്കൂറാണാലും 40 നാളാണാലും 21 ആണാലും പ്രാർത്ഥന ദൈവത്തിന്റെ കാതിൽ പോയി വീഴണം. വിട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മറുപടി അവിടെ ഉള്ളൂ. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി. പ്രാർത്ഥനയ്ക്ക് മറുപടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉണ്ട്. ഉത്തരം നൽകി എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഇപ്പം ഞാൻ ഫ്രീ ആയി, ഹാപ്പിയായി, എനിക്ക് ഒരു പേടിയില്ല, ഒരു പ്രശ്നമില്ല, ഞാൻ നശിക്കത്തില്ല, എൻ്റെ ഭവനം നശിക്കത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ തകരത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം നന്നായിട്ട് നടക്കും, എൻ്റെ ജീവിതമെല്ലാം അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ജീവിതം ഒത്തിരി അമ്മയെ സന്തോഷപ്പെടും. ആ ഒരു സന്തോഷമാണ് അവിടെ. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. എഴുതി വയ്ക്കാൻ പറ്റുമോ? നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല, നിങ്ങൾ നാണിച്ചു പോകത്തില്ല. കർത്താവ് നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല, കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല. കർത്താവ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളെ മാനിക്കും, നിങ്ങളുടെ ഭവനത്തെ മാനിക്കും. നിങ്ങളുടെ ആവശ്യങ്ങളുടെ എല്ലാം മുഖത്ത് സ്വർഗത്തിൻ്റെ കലവറ നിങ്ങൾക്ക് തുറന്നിരിക്കും. ഒരു മനുഷ്യരടുത്തും പോയി നിങ്ങൾ കൈനീട്ടേണ്ട ആവശ്യമില്ല, ഒരു മനുഷ്യൻ്റെ മുന്നിൽ പോയി കൈകെട്ടി തലകുനിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് സ്വർഗത്തിൽ നിങ്ങൾക്ക് തരും. സ്വർഗത്തിൻ്റെ വാതിൽ ഒരുത്തിനെയും കൊണ്ടും അടയ്ക്കാൻ പറ്റത്തില്ല. ദൈവം തുറന്നെങ്കിൽ അത് തുറന്നത് തന്നെയാണ്. അത് ഒരുത്തിനെയും കൊണ്ടും അടയ്ക്കാൻ, ഒരു ഗവൺമെൻറ്റിനെ കൊണ്ടോ ഒരു ഭരണകൂടത്തെ കൊണ്ടോ ഒരു മനുഷ്യനെയും കൊണ്ടോ ദൈവം തുറന്നതേ അടയ്ക്കുവാൻ പറ്റത്തില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. അത്ഭുതങ്ങൾ നടക്കാൻ പോവാണ്. ഈ 8-ാം മാസത്തിൻ്റെ അതിരാവിലെ സമയം, 31-ാം തീയതി അതിരാവിലെ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്, നിങ്ങൾക്ക് കർത്താവ് സകലവും നന്മയ്ക്കാകെ ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി വരുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നു, നിങ്ങൾ ചോദിച്ചതിലും അധികമായി കർത്താവ് നിങ്ങൾക്ക് നൽകി തരുന്നു. നിശ്ചയമായിട്ടും ഈ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ എൻ്റെ കർത്താവ് സഹായിക്കും. നിങ്ങൾ ക്ഷീണിതരായോ, നിങ്ങൾ തളർന്നു പോകാനോ എൻ്റെ ദൈവം ഒരു കാലത്തും സമ്മതിക്കത്തില്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാത്സല്യം നല്ല കർത്താവേ, ഈ നല്ല സമയത്തെയോ തപച്ച തിരുമനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അനേക ഭവനങ്ങൾ ഭയന്ന് നടുങ്ങിക്കിടക്കുകയാണ്. ലോകത്തിൻ്റെ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ, ലോകത്തിൽ നടക്കുന്ന ആപത്തുകൾ കാണുമ്പോൾ, കർത്താവെ ഭൂമി കുലുക്കം, അവിടെ എവിടെയെങ്കിലും കർത്താവെ സുനാമികൾ, അവിടെ എവിടെയെങ്കിലും മഴ, കർത്താവ് വെള്ളം, പൊക്കങ്ങൾ, കർത്താവെ ഉരുൾ പൊട്ടുന്നു, ഭയങ്കര നഷ്ടങ്ങൾ, ഭയങ്കര മരണങ്ങൾ, ഭയങ്കര
മാരക രോഗങ്ങൾ, പട്ടിണികൾ എല്ലാം കഷ്ടപ്പെട്ട് സമ്പാദിച്ചതെല്ലാം മണ്ണോട് മണ്ണായി തകർന്നു പോകുന്നു. ഈ കഴിഞ്ഞ 8 മാസത്തില് കർത്താവേ എന്തുമാത്രം കുടുംബങ്ങളാണ് നശിച്ചിരിക്കുന്നത്, എത്രായിരം ജനങ്ങളാണ് മരിച്ചിരിക്കുന്നത്, എത്രമാത്രം ഭയങ്കരമെല്ലാം ഈ ഭൂമിയിൽ നടന്നു കർത്താവേ. ആണെങ്കിലും നീ ഞങ്ങളെ കണ്ണിന്റെ മണി പോലെ മറച്ചു സൂക്ഷിച്ചു കർത്താവേ. സ്തോത്രം. ഒരു കർത്താവേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിനെ മറയ്ക്കുന്നത് പോലെ നിന്റെ വിരിക്കപ്പെട്ട ചിറകിന്റെ മറവിൽ ഞങ്ങളെ മറച്ചു കർത്താവേ. ഞങ്ങളെ നീ കാത്തു സൂക്ഷിച്ചു. ഈ അവസാന 8-ാം മാസത്തിന്റെ അവസാന ദിവസം ഈ അതിരാവിലെ സമയത്തിന് മുന്നേ വന്ന് നിന്നുകൊണ്ട് അപ്പച്ചന്റെ നന്മകളെ ഓർക്കുവാനും നന്ദി പറയുവാനും സ്തുതിക്കുവാനും കർത്താവ് ഞങ്ങൾക്കൊരു ഭാഗ്യം തന്നല്ലോ. ഇനി ചില മണിത്തുള്ളികൾക്ക് ശേഷം 9-ാം മാസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ രോഗികളായിട്ടോ ക്ഷീണിതരായിട്ടോ പട്ടിണിയോടോ ദാരിദ്ര്യത്തോടോ ഈ 8 മാസവും പ്രാർത്ഥിച്ച വിഷയങ്ങൾ മറുപടിയില്ലാതെ അതേ മറുപടിയും തലേ ചുമന്നുകൊണ്ട് 9-ാം മാസത്തേക്ക് അയക്കരുത് അപ്പച്ച. അണ്ടൊരു ലജ്ജിതരായി വിടരുത് കർത്താവ്, ക്ഷീണിതരായി വിടരുത്, രോഗികളായി വിടരുത് കർത്താവേ. സ്തോത്രം. നഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ട് തകർന്നു പോയി ഒന്നുമില്ലാത്തവരായി മുഖം വാടി അടുത്ത മാസത്തിലേക്ക് നീ അയക്കരുന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇന്ന് രാത്രി 12 മണിക്കകത്ത് ഈ 8-ാം മാസത്തിന്റെ അവസാന പീരീഡിനകത്ത് ദൈവമേ, ഒരു പുതിയ മാസം പിറക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണം, ഒരു അതിശയം നടക്കണം. തീരാതെ മാരക രോഗമാണാൽ അത് ഇപ്പോൾ തന്നെ സുഖമാകണം. ഇന്ന് പകൽക്കാലം സുഖമാകണം. നിന്റെ അടിപ്പിണലോടെ തൊടണം, നിന്റെ വചനത്തെ അയക്കണം, നിന്റെ ശക്തിയോടെ അയക്കണം. അത് അഴുകി കിടക്കുകയായിരിക്കും, പുഴുത്ത് കിടക്കുകയായിരിക്കും, എല്ലാവരും കൈവിട്ട് കാണുമായിരിക്കും, ഉപേക്ഷിക്കപ്പെട്ട് കാണുമായിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അത് മുഖം വാടിക്കിടക്കുകയായിരിക്കും, ഇരുണ്ട് കിടക്കുകയായിരിക്കും. ആണെങ്കിലും അവിടെ ദൈവത്തിന്റെ പ്രസന്നത, ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ സൗഖ്യം, വിടുതൽ അവിടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുവാൻ രുചിക്കുവാൻ എന്റെ ദൈവം കൃപയായി ഇറങ്ങണമേ. എല്ലാം തകർന്നു പോയി, എല്ലാം നശിച്ചു, ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. തനിച്ച് നിൽക്കുകയാണ്, എന്ത് ചെയ്യുന്ന അറിയത്തില്ല, അന്തം വിട്ട് നിൽക്കുകയാണ്, എങ്ങോട്ട് പോകണം വഴി അറിയത്തില്ല. അയ്യോ, അന്ധനെ പോലെ കുരുടനെ പോലെ ഒരു പൊട്ടനെ പോലെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരം ഇറങ്ങി വന്ന് അവർക്ക് വഴികളെ തുറന്നു കൊടുത്ത് അവരെ അനുഗ്രഹിച്ച സന്തോഷത്തിലും സമാധാനത്തിലും ദീർഘായുസ്സോടും ഐശ്വര്യത്തോടും ശരീര സൗഖ്യത്തോടും നിന്റെ കുഞ്ഞുങ്ങളെ കാണുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ. എവിടെല്ലാം കുടുംബങ്ങളിൽ നെടുവീർപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നു, എവിടെല്ലാം കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, എവിടെല്ലാം മക്കൾ മുറിവേറ്റിരിക്കുന്നു, എവിടെല്ലാം കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുന്നു, വിശന്ന് കിടക്കുന്നു, എവിടെല്ലാം രോഗികളായി കിടക്കുന്നു, എവിടെല്ലാം മരണഭയത്തോട് നിന്റെ കുഞ്ഞുങ്ങൾ കർത്താവെ തകർന്നു കിടക്കുന്നു, എവിടെല്ലാം എല്ലാവരും കൈവിടപ്പെട്ട് കർത്താവെ ഉപേക്ഷിക്കപ്പെട്ട് തരിച്ചു കിടക്കുന്നു, അവിടെ എല്ലാം നിന്റെ കരം ഒന്ന് പോകണമേ, നിന്റെ കണ്ണ് നെത്തി നോക്കണമേ. അവരുടെ കണ്ണുനീരിനും അവരുടെ യാചനയ്ക്കും നിന്റെ ചെവി ഒന്ന് ചായ്ക്കണമേ, അവരുടെ അപേക്ഷ ഒന്ന് കേൾക്കണമേ. കർത്താവേ, ഈ വായിച്ച വചനം പോലെ ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവരെനിക്ക് ഉത്തരം അരുന്ന് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം എല്ലാവരും പറയട്ടെ, ഞാൻ 8 മാസം കരഞ്ഞു, എനിക്ക് ഉത്തരം ലഭിച്ചില്ല. ആണ് 8-ാം മാസത്തിന്റെ അതിരാവിലെ സമയത്ത് ഈ പ്രാർത്ഥന സമയത്ത് ഞാനത് വിശ്വസിച്ചു, ഈ വചനത്തെ എനിക്ക് കരസ്ഥമാക്കി, എനിക്ക് സ്വന്തമാക്കി. എൻ്റെ കർത്താവ് ഇവിടെ പറയുന്നുണ്ടോ, അവൻ എനിക്ക് ഉത്തരം അരുളി, എനിക്ക് ഉത്തരം അരുളി. ഓരോ നാവും ഇത് പറയണം, ഓരോ വ്യക്തികൾ ഇത് പറയണം, എനിക്ക് അവൻ ഉത്തരം അരുളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. 9-ാം മാസത്തിന് ഭയത്തോടല്ല പോകുന്നത്, രോഗിയായി അല്ല പോകുന്നത്, മരണാവസ്ഥയിലല്ല പോകുന്നത്. എല്ലാം നഷ്ടപ്പെടുന്ന, എല്ലാം ലഭിച്ചുകൊണ്ട്, എല്ലാം മേടിച്ചുകൊണ്ട്, എല്ലാം തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് ആമീൻ നിറവോട് സന്തോഷത്തോട് 9-ാം മാസത്തിന് പോകുന്ന കർത്താവ് എന്നുള്ള ആ ഒരു തീരുമാനം ഇതെന്റെ മക്കളുടെ നെഞ്ചിനകത്തൊന്ന് വരട്ടപ്പച്ച അവങ്ങളിലേക്ക് നോക്കി ഒരു പ്രകാശിതരായി ഈ രാവിലെ സമയത്ത് എല്ലാവരുടെ കണ്ണുകളും നിന്റെ കണ്ണുകളിലേക്കൊന്ന് പതിയട്ടപ്പച്ച, നിന്റെ മുഖത്തെ ഒന്ന് കാണട്ടപ്പച്ച. കർത്താവേ, അവങ്ങളിലേക്ക് നോക്കി ഒരു പ്രകാശിതരെന്ന് പറഞ്ഞല്ലോ. എല്ലാ മുഖവും പ്രകാശിക്കട്ടെ, എല്ലാ മുഖത്തിന്റെ അന്ധകാരം, കാർമേഘം, ഇരുളുകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ആ ഭയം, ആ പേടി മുഖത്തു നിന്ന് മാറട്ടെ. കർത്താവെ, പ്രകാശിക്കുന്ന മുഖങ്ങൾ നിന്റെ കുഞ്ഞുങ്ങൾക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. അവരുടെ മുഖങ്ങൾ ലജ്ജിച്ചു പോയതിലെന്ന് പറഞ്ഞല്ലോ. നിശ്ചയമായി എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖം ലജ്ജിക്കരുതപ്പച്ച. ആരെല്ലാം ലജ്ജിപ്പിക്കാൻ വന്നോ അവർ ലജ്ജിക്കുന്നതല്ലാതെ എൻ്റെ കുഞ്ഞുങ്ങൾ ലജ്ജിക്കുവാൻ നീ സമ്മതിക്കരുതേ. എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ കേരളത്തിലും ഇന്ത്യക്ക് വെളിയിലും പല രാജ്യങ്ങളിൽ നിന്ന് കരയുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഏറ്റെടുക്കുന്നവരുണ്ട്, വിശ്വസിക്കുന്നവരുണ്ട്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നവരുണ്ട്. കർത്താവേ, ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പച്ച. എൻ്റെ ദൈവമേ, ഈ പ്രാർത്ഥന എപ്പോൾ വരും? എനിക്കിത് കിട്ടിയാൽ മാത്രം മതി, ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യാന്നും പറഞ്ഞ് ഇതിനു വേണ്ടി മാത്രം ദാഹിക്കുന്നവർ ഒത്തിരി പേരുണ്ടപ്പച്ച. അവരുടെ എല്ലാം ജീവിതത്തിൽ അവരുടെ ദുഃഖം ഇന്ന് സന്തോഷമായി മാറണം. അവരുടെ കർത്താവെ മുഖം ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കരുതേ, കൈവിടരുതേ, ഉപേക്ഷിക്കരുതേ, മറക്കരുതേ, തള്ളിക്കളയരുതേ, വേണ്ട എന്ന് വെറുക്കരുത് പച്ച. എല്ലാരെയും സെപ്പറേറ്റായി നിന്റെ പാദത്തിൽ കൊണ്ട് വയ്ക്കുന്ന ദൈവമേ, നിന്റെ പാദത്തിൽ കൊണ്ട് വയ്ക്കുന്ന ദൈവമേ, എല്ലാവരും നിന്റെ തൃക്കരത്തിനെ ഏൽപ്പിക്കുന്ന പച്ച, എല്ലാവരും നിന്റെ തൃക്കരത്തിൽ ഏൽപ്പിക്കുന്ന പച്ച. ഉപേക്ഷിക്കരുതേ, മറക്കരുതേ, ഉപേക്ഷിക്കരുത് പച്ച. ഒരു ഭവനത്തെ ഉപേക്ഷിക്കരുത്, ഒരു വ്യക്തിയെ ഉപേക്ഷിക്കരുത്, ഒരു ദൈവ
ദൈവദാസന്മാരുടെ ഭവനങ്ങളിൽ നീ അവരുടെ ശുശ്രൂഷകളെ രഞ്ജിപ്പിക്കരുത്, അവരെ വെറുക്കരുത്, കൈവിടരുത്, ഉപേക്ഷിക്കരുത് അപ്പച്ച. ദൈവമേ, ആർക്കും വേണ്ട എന്ന് വലിച്ചെറിയുന്ന കുഞ്ഞുങ്ങളെല്ലാം നിന്റെ കരം കൊണ്ട് വലിച്ചെടുക്കണമേ, നിന്റെ കരത്തിലേക്ക് ഒന്ന് പിടിച്ചെടുക്കണമേ, നിന്റെ പാദത്തിലൊന്ന് കൊണ്ടുവരണമേ. അവരുടെ മുഖങ്ങളെല്ലാം പ്രകാശിക്കുവാൻ, സന്തോഷിക്കുവാൻ, സകല ഭയങ്ങളിൽ നിന്നും അവർ വിടുതൽ പ്രാപിക്കുവാൻ എൻ്റെ കർത്താവ് സഹായിച്ചാട്ട്. നിന്റെ മഹത്വമുള്ള കരം, നിന്റെ വലിയ കരം, നിന്റെ ജീവനുള്ള കരം, സർവശക്തിയുള്ള കരം കർത്താവെ, സർവശക്തനായ ദൈവത്തിന്റെ മഹത്വമുള്ള കരം ഇപ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ, ശോഭിക്കട്ടെ. ഓരോ ഭവനത്തിലും വ്യക്തിപരമായി ഇന്നേക്ക് കർത്താവിന്റെ സ്പർശനം, കർത്താവിന്റെ കരത്തിന്റെ തൊടുന്ന ഒരു അനുഭവം ഇന്നിന്റെ കുഞ്ഞുങ്ങളൊന്ന് അനുഭവിക്കട്ടെ. അവരുടെ മുറിവിലേക്ക് നിന്റെ കീലാത്തിലെ തൈല ഒഴിക്കുന്നതിനായി സ്തോത്രം. അവരുടെ കണ്ണുനീരെല്ലാം നിന്റെ പൊൽക്കരം കൊണ്ട് തുടയ്ക്കുന്നതിനായി സ്തോത്രം. അവരുടെ വേദനകളെല്ലാം നീ മാറ്റുന്നതിനായി സ്തോത്രം. മങ്ങി എരിയുന്ന വിളക്കുകളെല്ലാം എരിഞ്ഞ് പ്രകാശിക്കുവാൻ എണ്ണയുമായി എൻ്റെ കർത്താവ് ഇറങ്ങി വന്നതിനായി സ്തോത്രം. എല്ലാ ഭവനങ്ങളും സന്തോഷം, ആനന്ദം, കർത്താവെ തുള്ളി കുതിക്കുന്ന ഒരു അനുഭവം എൻ്റെ കർത്താവ് കൊണ്ടതിനായി സ്തോത്രം. എല്ലാ മരണഭയങ്ങളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ കഷ്ടങ്ങളും, വേദനകളും, കണ്ണുനീരും നീ മാറ്റിയതിനായി സ്തോത്രം. അത്ഭുതം നീ പ്രവർത്തിച്ചതിനായി സ്തോത്രം. ഈ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം അംഗീകരിച്ച് ഞങ്ങൾക്ക് മറുപടി തന്നല്ലോ. ഇന്ന് എന്നോടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ മുഖവും പ്രകാശിപ്പിച്ചല്ലോ, അവരുടെ ഭയത്തെ നീക്കിയല്ലോ, അതിനായി സ്തോത്രം. അതിനെ ഇത്രത്തോളം ബലപ്പെടുത്തി പ്രാർത്ഥികളുടെ കൃപ തന്നു, ആലോചനകളുടെ കൃപ തന്നു, അതിനായി സ്തോത്രം. തുടർന്നുള്ള ദിവസങ്ങൾ, മിനിറ്റുകളെല്ലാം നിനക്ക് വേണ്ടി നിൽക്കുവാൻ കർത്താവ് സഹായിച്ചാട്ട്. തരുന്ന ആയുസ് നാൾക്കളെല്ലാം നിനക്ക് വേണ്ടി സമർപ്പിച്ച് പാദത്തിൽ കർത്താവ് വിട്ടുകൊടുക്കുന്നു. സകല മഹത്വം തിരുമേനിക്ക്. അപ്പച്ചൻ പ്രാർത്ഥനയായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പൂർണ്ണമായി വിശ്വസിക്കുക. ഇനി ചില മണിത്തുള്ളികൾ മാത്രമേ ഉള്ളൂ ഈ മാസം നമ്മളെ വിട്ടു പോകാൻ. അതിനു മുന്നേ കർത്താവ് നിങ്ങൾക്ക് അത്ഭുതം. 9ാം മാസത്തിലേക്ക് കാല് വയ്ക്കുമ്പോൾ നിങ്ങൾ അത്ഭുതരായിട്ടാണ് പോകാൻ പോകുന്നത്. കർത്താവ് അത് ചെയ്യും. വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ഓക്കെ, താങ്ക് യു. ഗാഡ്